ചില സംഗതികളെ നോർമലൈസ് ചെയ്യുക എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതിപ്പം കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. ഏതെങ്കിലും ഒരു അനാശാസ്യമാണെന്ന് തോന്നുന്നൊരു അവസ്ഥയെ, അതല്ലെങ്കിൽ അനധികൃതമാണെന്ന് തോന്നുന്നൊരവസ്ഥയെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയിലൂടെയും അതല്ലെങ്കിൽ ഒരു ആവർത്തിച്ചിട്ടുള്ള അംഗീകാരം കിട്ടുന്ന രീതിയിൽ ഉള്ളൊക്കെ നടത്തിച്ചുകൊണ്ട് നോർമലൈസ് ചെയ്യുക എന്ന് പറയും. സാമാന്യവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെ സാമാന്യവൽക്കരിക്കുന്ന സമയത്ത് അതൊരു സംസ്കാരമായിട്ട് മാറുകയും അതൊരു വിപണിയായിട്ട് മാറുകയും ചെയ്യുകയാണ്. ഈ മയക്കുമരുന്നിൻ്റെ വിപണി അതുപോലെ തന്നെയാണ്. ഇപ്പം ഷൈൻ ചാക്കോ 10 വർഷത്തിന് മുമ്പ് മയക്കുമരുന്ന് കേസിൽ പിടിയിലായ ഒരു വ്യക്തിയായിരുന്നു. ഒരു 15, 25, 30 കൊല്ലത്തിന് മുമ്പ് അങ്ങനെ ഒരു കേസിൽ ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ സിനിമയിലല്ല ഏത് രംഗത്താണെങ്കിലും അത്ര ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഒരു പബ്ലിക് ലൈഫ് ബുദ്ധിമുട്ടാവുമായിരിക്കും. പക്ഷേ ഷൈൻ ചാക്കോ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് അറസ്റ്റ് ചെയ്ത് പുറത്തിറങ്ങി വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അവസരങ്ങൾ കൂടിയതെന്നല്ല. അതേപോലെ തന്നെ മറ്റൊരു നടൻ, ഇപ്പോൾ ശ്രീനാഥ് ബാസിയുടെ കാര്യം പറഞ്ഞേക്കാം, അത് പല നടന്മാരെയും പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഈ ചർച്ചകളിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഇവരുടെയൊക്കെ സ്റ്റാർ വാല്യൂ വർദ്ധിച്ചു വരുന്ന സാധനമാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇത് നോർമലൈസ് ചെയ്ത് ഇതിനൊരു ഗ്ലാമറിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടെയാണ് ഈ കുട്ടികളും അതേപോലെയുള്ള മറ്റുള്ളവരും ഒക്കെ ഇതിനകത്തേക്ക് ഇത് വലിയ അപകടമൊന്നും അല്ലാത്ത ഇതൊരു ഭയങ്കര അനുകരിക്കാനുള്ള. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.